ഹലോ, അടുക്കളയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ അതിനായി ആദ്യമായി തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് കരിമീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴുകി വൃത്തിയാക്കി കരിമീനിൻ്റെ രണ്ട് വശങ്ങളിലും നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. നമ്മുടെ മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ കണക്ക് പറയുന്നില്ല. അടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതും എത്രമാത്രം കൂടുന്നു അത്രമാത്രം നമ്മുടെ കരിമീൻ ഫ്രൈഡ് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓപ്ഷനാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ മസാല കൂടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് ഉപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, അതായത് കല്ലുപ്പ് കുതിർത്തെടുത്ത വെള്ളം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് എടുക്കാം, സാധാ പച്ചവെള്ളം ഒഴിച്ചും നമുക്ക് ഇത് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കംപ്ലീറ്റ് മസാലാസും കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മുടെ മസാല കൂട്ട് നന്നായി യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ രണ്ട് വശത്തും നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മസാല നന്നായിട്ട് യോജിപ്പിച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ തലഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീനിൻ്റെ തല കഴിക്കുമ്പോഴും ആ മസാലയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെ വരും. അപ്പോൾ തലയിലേക്ക് കുറച്ച് എക്സ്ട്രാ മസാല അവിടെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നന്നായിട്ട് മസാല യോജിപ്പിച്ച് മീനിൻ്റെ രണ്ട് വശത്തും വൃത്തിയായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ മസാല തേച്ച് പിടിപ്പിച്ച മീനിനെ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് നമ്മുടെ മസാല കംപ്ലീറ്റ് മീനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഒരു കടായി അല്ലെങ്കിൽ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ വേറെ എന്തെങ്കിലും ഓയിലോ എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതൊക്കെ ഏത് എണ്ണ എടുക്കണം എന്നുള്ളതൊക്കെ ഓപ്ഷണലാണ്. എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്, കറിവേപ്പില മൂത്ത് വരുന്നതിൻ്റെ മണം. ഈ കറിവേപ്പിലയുടെ ആ സെൻസ് നമ്മുടെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ കറിവേപ്പില ഇട്ട് മൂപ്പിക്കുന്നത്. ഇനിയിപ്പോൾ മീനിട്ട് കൊടുക്കാം. നമ്മുടെ മസാല പുരട്ടി അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കരിമീൻ ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. കരിമീൻ്റെ ഇപ്പോൾ ഇട്ട് കൊടുത്ത വശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം, കാരണം രണ്ട് വശം മൂത്ത് വരണമല്ലോ. അപ്പോൾ ഒരു വശം നന്നായി മൂത്തു, അടുത്ത വശം മൂക്കാനായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എത്രമാത്രം പാകത്തിന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് നന്നായി മൊരിഞ്ഞിരിക്കണം, ചിലർക്ക് അധികം മൊരിയേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് വശവും മൂത്തു, ഞാനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. നമ്മുടെ കരിമീൻ ഫ്രൈ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വാഴയിലയിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം, നല്ല ടേസ്റ്റിയാണ്. പത്തിരി, അപ്പം, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കരിമീൻ ഫ്രൈ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം വാഴയിലയിലും പൊതിഞ്ഞ് വെച്ചിട്ട് അതിനുശേഷം എടുത്ത് കഴിക്കുക. അപ്പോൾ വാഴയിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി വന്ന് കരിമീൻ ഫ്രൈ കുറച്ചുകൂടെ ടേസ്റ്റി ആക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.